അസ്സലാമലൈക്കും. ഇത് കേക്കോത്ത് ഫാമിലിയാണ്. തെങ്ങുംതോട്ടത്തിലെ 5ാമത്തെ മകൾ ആണ് എൻ്റെ ഉമ്മ. ഞങ്ങൾ 5 പേരാണ് ഉമ്മക്കുള്ളത്. അതിൽ പെൺമക്കളിൽ ഇളയ മകളാണ് ഞാൻ. എനിക്ക് 2 മക്കളാണുള്ളത്, ഒരു മകനും ഒരു മകളും. മകന് ഗിഫ്റ്റ് ആംബേസിൽ വർക്ക് ചെയ്യാണ്. ജിയാദ് ഹുസൈനാണ്. അവന് എത്താൻ കഴിഞ്ഞില്ല. ഇന്ന് വർക്കുണ്ട്, അതുകൊണ്ട് അതിൽ സൂപ്പർവൈസിങ്ങും മാനേജ്മെൻറ്റും ആയിട്ട് വർക്ക് ചെയ്യാണ്. അവൻ്റെ വൈഫുണ്ട് റിൻഷ ഫാത്തിമ. അവൾ അലിർഷാദ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ മകൾ ആർക്കിടെക്റ്റാണ്. അവൾ ഇവിടെ ഇല്ല, വിജയവാഡ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയതാണ്. അവളെ ഹസ്ബൻഡും ഇവിടെ ഇല്ല, ഹസ്ബൻഡ് എഞ്ചിനീയറാണ്, എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കൈതപ്പുഴയിൽ റസിയാണ് ആദ്യത്തെ മൂത്ത ആൾ. അവൾക്ക് 3 പെൺമക്കളാണുള്ളത്. ഒന്ന് മൂത്ത മകൾ സെറീജ, അവൾക്ക് 3 മക്കളാണുള്ളത്. മിഥിലാജ്, സന, മുഹമ്മദ്. പിന്നെ 2ാമത്തെ മകൾ ജസീല, അവൾ ഒരു മോളാണുള്ളത്. പിന്നെ അവളെ ഹസ്ബൻഡ് എത്തിയിട്ടില്ല. ഹസ്ബൻഡ് വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ 3ാമത്തെ മകൾ നജ ജാസ്മിൻ, അവൾ ഡിഗ്രി പഠിക്കുകയാണ്. പിന്നെ 2ാമത്തെ മകൾ സീനത്ത്. അളിയനുണ്ട്. അളിയൻ കുറേ ഗൾഫിലായിരുന്നു, ഇപ്പോൾ ബിസിനസ് ചെയ്യാണ് ഇവിടെ. പിന്നെ 2ാമത്തെ മകൾ സീനത്ത്, അവരുടെ ഹസ്ബൻഡ് ആണ് ഒരു മലബാറിലായിരുന്നു, ഇപ്പോൾ മലബാർ സിമൻറ്റ് ഫാക്ടറിയിലായിരുന്നു വർക്ക് ചെയ്തത്. ഇപ്പോൾ റിട്ടയർഡായി 1.5 വർഷമായി. അവർക്ക് 3 മക്കളാണുള്ളത്. ഒന്ന് ഷഫീഖ്, ഇവനാണ് മൂത്ത മകൻ. അവൻ എൻജിനീയറിങ് കഴിഞ്ഞതാണ്. ഞാൻ ഗൾഫിൽ ഇപ്പോൾ വർക്ക് ചെയ്യാണ്. എൻ്റെ വൈഫാണ് ഷജിനിയ. അവർക്ക് ഒരു കുട്ടിയാണുള്ളത്. അവൾ അലിർഷാദ് സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. പിന്നെ ഫസ്ല, അവർ 2ാമത്തെ മകൾ ഫസ്ല, അവളുടെ ഹസ്ബൻഡ് ഗൾഫിൽ ബിസിനസ്സാണ്. അവർക്ക് 2 കുട്ടികളാണ്, ഒരു മകനും ഒരു മകളും. പിന്നെ 3ാമത്തെ മകൾ പിന്നെ വന്നിട്ടില്ല, അവൾ പ്രസവിച്ച് കിടക്കുകയാണ്. അവളുടെ ഹസ്ബൻഡ് ഇക്ര ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ 3ാമത്തത് ഞാനാണ്. 4ാമത്തത് ലത്തീഫ്, അവന് ഇവിടെ ഗുഡ്സ് ഓട്ടോറിക്ഷയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. അവൻ്റെ വൈഫ് ആണ് റസീന. പിന്നെ അവന് 3 മക്കളാണുള്ളത്, ഷാമിൽ, ആദിൽ, നിഹാൽ. പിന്നെ അവൻ്റെ ഇളയതാണ് മുഹമ്മദ് അലി. അവന് 4 മക്കളാണുള്ളത്. അവൻ്റെ വൈഫ് വന്നില്ല, പ്രസവിച്ച് കിടക്കുകയാണ്. പിന്നെ 4 മക്കൾ. മൂത്ത മകൾ ഹയാ ഫാത്തിമ, ഹിദാഷ്, ഹാമിസ്, ചെറുതിൻ്റെ പേര് കിട്ടിയില്ല. അവന് ഇവിടെ ഇങ്ങനെ ബിസിനസ്സായിട്ട് നടക്കുകയാണ്. ഇതാണ് ഞങ്ങളെ ഫാമിലി ഡീറ്റെയിൽസ്. പിന്നെ ഞങ്ങൾ അതേ ഇവിടെ തെങ്ങുംതോട്ടത്തിൽ വന്ന് നിൽക്കുന്നവരാണ്. ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാക്കന്മാരുടെ കൂടെയും ഒക്കെ കളിക്കുക ഒക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും വെള്ളിയാഴ്ച ഞങ്ങൾ ചീത്ത പറയുകയൊക്കെ ചെയ്യാനും, പക്ഷേ ഭയങ്കര ഇഷ്ടം വെച്ചാൽ ഇവിടെ വരിക എന്ന് നിൽക്കാതെ നമുക്ക് എത്ര ആയാലും മതിയാവാത്തൊരു ഇതായാലും. അന്ന് അണ്ടി പറിക്കുക, മാങ്ങ പറിക്കുക, അവരുടെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു. ഒരു രാത്രി മാങ്ങ പഴിപ്പിക്കാൻ കൊണ്ട് വെക്കുന്നേരം ഞങ്ങളത് കട്ടെടുത്തുകൊണ്ട് പോയി തിന്ന് ഇവിടെ കൊപ്പര ഉണക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവച്ച് തിന്നിട്ട് അവൾക്കാകൊക്കെ എത്ര കടിച്ച് തിന്നിട്ട് ചീത്ത പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ അങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു. നമുക്ക് ഇവിടെ എത്രയും വന്നിട്ട് നിന്നാൽ മതിയാവാത്തൊരു ഇതായിരുന്നു. വലിയപ്പച്ചിയും വലിയമ്മച്ചിയും ഭയങ്കര സ്നേഹം തന്നെ നമുക്ക് തന്നത്. ഇതൊക്കെ ഇതിൽ റസ്യത്തെയും സീനത്തെയൊക്കെ തെങ്ങുതോട്ടത്തിൽ കുറേ വന്ന് നിന്നോലാ ചെറുപ്പം മുതലേ. അപ്പോൾ ഓർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം പങ്കുവെക്കാൻ ഉണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾ പറഞ്ഞിരി. അസ്സലാമലൈക്കും. എനിക്ക് പറയാനാകുകയില്ല. എൻ്റെ വല്യമ്മയുടെയും ഉപ്പായുടെയും വിശേഷങ്ങൾ അത്രയും ഞങ്ങൾ ഇവിടെ ഇഷ്ടപ്പെട്ട് നിന്നവരാണ്. ഇവിടെ നിന്ന് ബസ് കയറിയാൽ ഞാൻ പറയും ബസ് കേട് വന്നാൽ ഇങ്ങോട്ട് തന്നെ വരാനും. അബ്ദുള്ള കാക്കൻ്റെ ഒപ്പരെയും അബക്കർ കാക്കൻ്റെ ഒപ്പരെയും കാക്കമാരൊപ്പരെയും കൂടെ വയലിലും
പിന്നെ വായക്കുണ്ടയിലൊക്കെ പോയി മീൻ പിടിക്കുകയും അങ്ങനത്തെ കുറേ പരിപാടികൾ ഇവിടെ നിന്ന് ചെയ്തവരാണ്. പിന്നെ അബ്ദുള്ളക്കാക്ക എൻ്റെ തുണ തന്നെയാണ്. ഓൻ്റെ 3 മാസത്തൊക്കെ ഞാൻ ഇളയതുള്ളൂ. എന്നെയും അവനെയൊക്കെ ഒരേ രീതിയിൽ ഉമ്മ പോറ്റി വളർത്തിയതാണ്. അത് കുറേ കഷ്ടപ്പെട്ടാണ്. കുറേ ഉമ്മൻ്റെ കഷ്ടപ്പാടുകൾ എനിക്കറിയാം. ഉമ്മൻ്റെ അന്നത്തെ കറീൻ്റെ രസം ഇപ്പോഴും വായിൽ ഊറുന്നുണ്ട്, പറയാനാവുകയില്ല. ഉമ്മൻ്റെ കറി എത്ര കിട്ടിയാലും ചോറ് തിന്നാൽ മതിയാകാത്ത ഒരവസ്ഥയിലായിരുന്നു. ഞങ്ങൾ മലയിൽ പോയി മാങ്ങ പറിച്ച് ബക്കർ കാക്കയും കൊണ്ടുവരിക. മുകളിൽ ഒരു റൂമുണ്ടായിരുന്നു. ആ റൂം നിറയെയും മാങ്ങയായിരുന്നു. ആ മാങ്ങ എത്ര കാക്ക കാണാണ്ടും ഇവിടെ ഉമ്മ കാണാണ്ടും ഞങ്ങൾ പള്ള നിറയെ തിന്നു. കാക്കനോട് എപ്പോഴും ചോദിക്കും, നമ്മൾ മലയിൽ പോകുകയല്ലേ. പിന്നെ കാക്കക്ക് ഒരു പിന്നെ ചാക്ക് തലയിലിട്ട്, ഞങ്ങളതിനന്ന് അധികവും ഇവിടെ വന്ന് കൂടൽ ചാക്ക് തലയിലിട്ട് ഞങ്ങൾ പേടിപ്പിക്കും ബക്കർ കാക്ക. അത് ഞങ്ങൾ വയ്യ കൂടി രാത്രി വാപ്പ പള്ളിയിൽ പോയി വരുമ്പോഴേക്ക് ഞങ്ങൾ കളിച്ച് കഴിയും ആ കളി. അത് ഞങ്ങൾ പേടിയാണ്. വാപ്പ വന്നിട്ടാണെങ്കിൽ വാപ്പ ചീത്ത അറിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വാപ്പ വരുമ്പോൾ ഞങ്ങളെ കളികളൊക്കെ കഴിക്കും. എല്ലാത്തിനും ഞങ്ങളുടെ കാക്കമാർ ഞങ്ങളെ കൂടെ ആയിരുന്നു. പിന്നെ സൈനി വിളയമ്മൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ പോയിരുന്നത്. ആയിഷ വിളയമ്മൻ്റെയും കൂടെ, അവരുടെ കൂടെ സൈനി വിളയമ്മ അടിക്കാൻ പോവുകയുണ്ടായിരുന്നു. അന്ന് സൈനി വിളയമ്മ ഇവിടെ വന്ന സൈനി വിളയമ്മൻ്റെ കൂടെ ഞാൻ പോയി കഴിഞ്ഞ് അടിക്കുന്ന സ്ഥലത്ത് പോകുമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇവരുടെ കൂടെ പല കാര്യങ്ങളും ഇവിടെ നിന്നും ഞങ്ങൾ നിറവേറ്റിയതാണ്. ഇത്രയും എനിക്ക് പറയാനോ കഴിയില്ല. ഇത്രയും ഇവിടുത്തെ സംഗതികൾ ഞങ്ങൾ ഓരോന്നും ചെയ്തു പോയതാണ്. ഞാനൊരു ചെറിയ കർഷം പറയാൻ വേണ്ടി പറഞ്ഞാണ്. പെണ്ണുങ്ങൾ എന്നെ കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറയാൻ മറന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ചു. ഒരു 33 കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പോലീസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എങ്ങനെ വിശ്രമ ജീവിതം നയിക്കാൻ 2023 റിട്ടയറായി. ഇനി എനിക്ക് കുറച്ച് താങ്ക്സ് പറയാനുള്ളത്, ഈ ആങ്കറിങ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും അതിൻ്റെ ബാക്കിൽ ഡിസ്പ്ലേ ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയെന്ന്, പിന്നെ 2 പരിപാടികളിലൊക്കെ വളരെ ഭംഗി 2 കുട്ടികൾ വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചത് വളരെ ഒരു അട്രാക്റ്റീവായി തോന്നി. എല്ലാവർക്കും നല്ല അപ്രീസിയേഷൻ പറയുകയാണ്. ഒരു ബിഗ് കയ്യടി കൊടുക്കുക. പോരാ നന്നായിട്ട് തോന്നാം, നല്ലൊരു കയ്യടി കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഈ പരിപാടി ഇത്രയും നന്നാക്കിയതിന് അതിനെ പിന്നെ പുറകിൽ പ്രവർത്തിച്ച സംഘാടകർക്കും വലിയൊരു ബിഗ് സല്യൂട്ട്. അസ്സലാമു അലൈക്കും. ഞാൻ ലത്തീഫ്. പണ്ട് വലിയങ്ങ് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഉസാറായിരുന്നു, സ്വർഗത്തിലേക്ക് വരുമ്പോലെ. അന്ന് ഞങ്ങളാണ് ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. അന്ന് പോകുന്ന ദിവസം തിരുമ്പി കുളിച്ച് ചെരുപ്പൊക്കെ തേച്ച് കുറേ തേച്ച് ബസ്സിന് സമയമാകുമ്പോൾ ബസ്സങ്ങ് പോയി നിർത്തില്ല. ആ ഒരു സംഭവമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ ഇവിടെ വന്നാൽ വലിയാപ്പ പള്ളിക്കണ്ടിയിലെ അണ്ടിത്തോട്ടം ഒന്നായിട്ട് എടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അണ്ടി പെറുക്കാൻ അധിക ദിവസവും ഞാനിവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് പോണ നേരം കുറേ പൈസ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരികയൊക്കെ ചെയ്യാൻ ഇത്രയും പറഞ്ഞു.